നിന്റെ അടുത്ത് ഞാൻ പറ, നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല, നീ കണ്ടിട്ടില്ല. എന്താ സീൻ എന്താ ബാബു? നീല്ലേ ഈ വണ്ടി ഇതൊക്കെ എന്തോ എടുക്കാന്നൊക്കെ പറഞ്ഞു, എന്തിലും അടി എന്തൊരു സീൻ എന്തായാലും അടിസീനല്ല, ആരെയെ കാണുന്നില്ല. ഈ ഗ്യാങ് വണ്ടിയിലാണ് അവന്മാര് വന്നത്. ആ വണ്ടിയൊക്കെ കളഞ്ഞു. ഇപ്പൊ ഗ്യാങ് വണ്ടി കൊണ്ട് അവന്മാര് പോയി. ഇപ്പൊ ഞാൻ ഒരു കാറിൽ ഇങ്ങനെ നടക്കുന്നു, എന്റെ ഇവനെ പൊക്കിയാൻ പോകുന്നു. നീ എവിടെ നിൽക്കുന്നു ചന്ദ്രോ? നീ ഒന്ന് വന്നേ. ഞാൻ സ്റ്റേഷന്റെ അവിടെ, പോലീസ് സ്റ്റേഷന്റെ അവിടെ. നമുക്ക് ഇറങ്ങി നോക്കിട്ട് പോരെ. ജസ്റ്റ് ഒന്ന് വണ്ടി ഇറങ്ങിയാണ്, വെടിവെക്കും. വണ്ടി ഓടിക്കണ്ട. ആ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നേ, അങ്ങോട്ട് നേരെ നടന്നേ, നേരെ 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 താഴോട്ട് വണ്ടി കയറാം. എടുത്ത് നേരെ പോയേ. ഇന്നെ വിളിക്കണ, ഇപ്പൊ വിളിക്കണ. എടുക്കല്ലേ എടുക്കല്ലേ. സീറ്റ് പറയും. ഹലോ ഹലോ ബോസ്, പറയൂ. എടാ നിനക്ക് നീ വണ്ടി കയറിയോ? കൊല്ലാനാണോ ബോസ്? ഇല്ല ഇല്ല വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി. കയ്യിലുള്ള ഒരു സാധനമാണ്, കോമ്പസ് ഒക്കെ വെച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിറക്കിയ ഒരു സാധനമാണ്. നീ പോയിട്ട് ആര്യനെ നൈസായിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നിട്ട് ഈ വണ്ടി കയറാൻ പറ. ഒരു അർജന്റ് കാര്യം എന്ന് പറയാം, ബാബുവിന്റെ കാര്യം പറഞ്ഞേക്കാ. എടാ എടാ അവിടെ ഞാനൊന്ന് അടുത്ത് പറഞ്ഞേക്കില്ല അവിടെ ഇങ്ങനെ. ബാബുചേട്ടാ ഞാനൊരു കാര്യം പറ്റേ, അല്ലെ ചന്ദ്ര ബാബു ചേട്ടൻ വിളിക്കുന്നു പറഞ്ഞ കേട്ടെ. ആ ബാബു അർജന്റ് ഉണ്ടെന്ന് വരാൻ പറ. ഓക്കെ ഓക്കെ. അതൊക്കെ അങ്ങനെ ഉള്ളതാ. ആര്യക്ക് ഞാൻ ഒരു സ്ഥലം കാണിച്ചേ. ഒന്ന് വണ്ടി കയറി, ബാബു ഒരു അത്യാവശ്യ കാര്യം പറയാന്ന് പറഞ്ഞു. എടാ നീ കയറി, നീ കയറി. എന്റെ ഫോൺ ഇതാടാ, നിനക്ക് നിന്റെ ഫോൺ കുട്ടി, എനിക്ക് ആ ഫോണും തരാവോ? ജസ്റ്റ് ഒന്ന് കുട്ടിയുടെ ഫോണും തരാവോ? എന്റെ ID 307. എന്റെ അത് കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഇഷ്യൂ ഉണ്ടോ എന്തോ? എന്റെ എനിക്ക് ഇല്ല, പെട്ടെന്ന് എനിക്ക് 5 മിനിറ്റ് പോലും ആവുന്നില്ല. അങ്ങ് കേറുവോ തിരിച്ച്? നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല ബോസ്. ഹലോ ചന്ദ്രബോസിന്റെ ബോസ് വിളിക്കുന്നത് നല്ലത്. ബോസ് വിളിക്കുമ്പോ ഗംഭീരം വേണ്ട, കുട്ടി ഇഷ്ടമുള്ള വിളിച്ചാൽ അതെ. കുട്ടി കുട്ടി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ രണ്ടൊരു സെറ്റായില്ലേ? അപ്പൊ ആയിട്ടില്ലല്ലേ? അപ്പൊ നിങ്ങൾ ഈ കാര്യം വാസോന്റെ അടുത്ത് പറയണ്ടേ? അല്ല വാസോന്റെ അടുത്ത് ഈ കാര്യം പറയണ്ടേന്ന്, ഈ കാര്യം. എന്നാലേ നിങ്ങക്ക് വാസോണ്ണൻ സമ്മതിക്കാണ്ട് ഒരിക്കലും ബാബു ഇത് സമ്മതിക്കൂല ഈ ഒരു ഇത്. അതെ അതെ അതെ. കാരണം വാസോണ്ണൻ എന്ന് പറഞ്ഞ വാസോണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണനാണ്. അപ്പോൾ അണ്ണനൂടി കണ്ട് ഓക്കെ കൊള്ളാം, നല്ല കുട്ടിയാണെന്ന് തോന്നിയാലേ അണ്ണൻ പറയാ ഓക്കെ ഇത് നിനക്ക് ചേർന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ നീ നോക്കിക്കൊന്ന് പറയണ മനസ്സിലായില്ല. അണ്ണൻ കൂടി പറഞ്ഞാലേ ആ ഒരു നല്ല സ്മൂത്തായിട്ട് പോകത്തുള്ളൂ കാര്യങ്ങൾ. അല്ലെങ്കിൽ അണ്ണൻ കാണാതെ ഫോണ് കേക്കുന്നുണ്ടല്ലേ? അതാണ് നല്ലത്. നിങ്ങള് ബാബു രണ്ടിനും ഒരുമിച്ച് സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അതൊരു സത്യം. നമ്മളിപ്പോ പോണത് ഒരു സ്ഥലത്താണ്. ഞാൻ എനിക്ക് ഇപ്പോഴാ ഫോൺ വന്ന ഈ ഫോൺ അത്യാവശ്യമില്ല. എന്റെ ബാബുസേട്ട് അവിടെ ഡ്രസ് ഷോപ്പ്, HFന്റെ ഡ്രസ് ഷോപ്പ്. ബാബുസേട്ട് നമ്മളിപ്പോ നമ്മളെ നമുക്ക് കുറെ ഫാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
അതിലൊരു ഫാമിലോട്ട് പോവാം. ബാബുട്ടാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് പോവാം. ഇത് ആരും ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോ ഇവിടെ എത്തിയ എവിടെ നീ ആര്യ സത്യം ഞാൻ ബോസ് എന്നെ പോലും കാണിച്ചിട്ടില്ല. ഇവനെ ആദ്യമായിട്ട് കാണിക്കാൻ പോവാ. അതെ അതെ അതെ. കുട്ടി ഒരു കാര്യം പറയട്ടാ, കുട്ടി ആ സ്ഥലത്തോട്ട് ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. അതായത് അപ്പോഴെല്ലാം സർപ്രൈസ് ആകത്തുള്ളൂ. എന്തറിയാം ഫോണൊക്കെ തരാം. എന്നാലും നിങ്ങൾ നല്ല മാച്ചിങ് ആണ് കേട്ടോ സത്യം പറഞ്ഞ. എന്താണ് ബാബുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു 5 ക്വാളിറ്റി ഒന്ന് പറയാമോ? 5 ക്വാളിറ്റി ഈസ് വെരി സ്വീറ്റ്. സ്വീറ്റ്, ഓക്കേ. പിന്നെ ഭയങ്കര കെയറിംഗ് ആണ്. കെയറിംഗ് അല്ലല്ല നമ്മുടെ ബാബു അങ്ങനെ മനസ്സിലല്ലേ. നമ്മള് ആദ്യമായിട്ടാണ് ബാബുവിനെ കുറിച്ച് ഒരാളിങ്ങനെ പറഞ്ഞ കേൾക്കണേ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ ഉള്ളു. ഭയങ്കര കെയറിംഗ് ആ. പിന്നെ ഭയങ്കര അറ്റൻറ്റീവ് ആ. ലൈക്ക് ഞാൻ വിളിച്ച ഉടനെ എടുക്കും. ഞാനിപ്പോ എവിടെയെങ്കിലും വരാൻ പറഞ്ഞ ഉടനെ വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. നല്ല കാര്യം. കുട്ടി കാറല്ലോ ഉണ്ടോ സിറ്റിയില്? കാറൊന്നും ഇല്ല, ഒരു കാറും ഇല്ല. ഞാൻ വന്നിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. അതും ഞാൻ ഇടയ്ക്ക് ഇപ്പൊ ഒരാഴ്ചയായിട്ട് കയറാൻ തുടങ്ങിയതേ ഉള്ളൂ. അതാ ഇല്ല. അല്ല കുട്ടിയുടെ കയ്യിൽ കാറൊന്നും ഇല്ലേ? കാറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരു കാറും ഇല്ല? ഒരു ഫ്രീ കാർ ഉണ്ട്, അത് കൊടുത്തു വിട്ടേക്കുവാ. ഓക്കെ. ബോസ് ഇവിടെ ആയിരുന്നോ? ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് ഇവിടെ അങ്ങനെ ആരെയും കയറ്റാറില്ലടാ. അതെ അതെ. ഹലോ 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 പറയൂ. ഹായ് 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 ഹായ്. ഇവിടെ വണ്ടി ഇവിടെ ഗരാജ് ഉണ്ട്. ഓ ശരിയാ. അല്ലല്ല ഇവിടെ ഒരു വീടാണ്. ഇതൊരു തറവാട് കണ്ടോ? ഇവിടെ നോക്കുമ്പോ കാണാൻ പറ്റും നമുക്ക്. ഇത് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മുടെ ഗ്യാങ് വണ്ടിയെ കൊണ്ട് ലോക്ക് ചെയ്തിടാവോടാ ഇവിടെ. നമുക്ക് സത്യം പറയും ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇത് സത്യം പറയും ഇതിന്റെ അപ്പുറത്തൊരു ഒരു ചെറിയൊരു ദ്വീപ്. അങ്ങോട്ട് നമുക്ക് അണ്ടർ വാട്ടർ വഴി നമുക്ക് പോകാൻ ഒരു സംവിധാനമാണ്. ഇത് പറയുന്നത് ഈ സിറ്റി ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ സെറ്റ് വെച്ചേക്കണം ഫുള്ള്. എല്ലാം നമ്മൾ ഓരോ ഇതല്ലേ, അത്രയും വലിയൊരു മാഫിയാണ്. തീർച്ചയായിട്ടും. ബാബുവൊക്കെ ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. ഭയങ്കര ക്രൂക്കഡ് മൈൻഡാണ്. ആള് നല്ല ബുദ്ധിമാനാണ് കേട്ടോ. പിന്നെ നല്ല ബുദ്ധിമാനാണ്. എവിടെയാണ് അപ്പുറത്താണോ? അപ്പുറത്ത് പോണേ. പ്രശ്നം മാറി. നമുക്ക് മറ്റേതാര വണ്ടി ഗ്യാങ് വണ്ടി? ഇവിടെ നമ്മുടെ വണ്ടി ചിലപ്പോ വെള്ളത്തിൽ മുങ്ങി പോവേ. ശരിയാ. വണ്ടി പൊങ്ങും. ഇവിടെ മുങ്ങും. ഇറങ്ങി നോക്കിയാണ് ജസ്റ്റ് അവിടെ നല്ല ആഴമുള്ള സ്ഥലമാണെന്ന്. ആണോ? ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പൊ അതെ വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ?
ബോസ് നമ്മള് വരുന്നപ്പോ ഇവിടെയൊക്കെ ഇപ്പം മേഡം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എടാ ഇവിടെ ഇറങ്ങിയല്ലേ? അവിടെ പോയാൽ തിരിച്ച് പിന്നെ വണ്ടി കയറ്റാൻ പറ്റില്ലേ? ആണോ? അതെ. ബോസ് നമുക്ക് ഇറങ്ങി നീന്തിയാലേ ബോസ്? എടാ ഇറങ്ങി നീന്താൻ നല്ലൊരു അഭിപ്രായം. ഇറങ്ങി നീന്തിയ പിന്നെ തിരിച്ച് മേളിലോട്ട് കയറി വരാൻ പറ്റത്തില്ല. അതെന്താ? പൊക്കമുള്ള മലയല്ലേ? അതി പോയിട്ടോ, പോയിട്ട് തിരിച്ച് കേറിയിട്ട് പോയാ എന്നിട്ട് ഇറങ്ങുന്നുള്ളൂ. ബൈ ബൈ. വിശ്വാസമുള്ളതല്ലേ? ഇല്ല 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 ഇല്ല. അതെ, ഇത് ഫ്രഷ് ആണ്. ഇവിടെ ഇറങ്ങിയാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോ, ഐ കാണ്ട്. ബോസ് നമുക്ക് ഇറങ്ങിയിട്ട് വരാം ബോസ്. ഒന്ന് വരൂ, നമുക്ക് പോയിട്ട്. ബൈ ബൈ. കുട്ടിയുടെ കമ്പനിക്കാ? അല്ല കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് തിരിച്ചു വാ. എന്നിട്ട് ആ തിരിച്ചു കയറുന്ന വഴി കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ ഇറങ്ങി വരാം. ശരിയല്ല, അതല്ല നല്ലത്. അല്ലാണ്ട് ഇറങ്ങൂലല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഹലോ, ഞാനെത്തി. എവിടെയാണ് പപ്പടം? വണ്ടി കയറ്. എവിടെയാണ്? ഞാൻ റിവേഴ്സ് ഇറക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടി. ഒരു സെക്കൻഡ്. ബോസ് നമുക്കൊന്ന് ഇറങ്ങി നോക്കിയിട്ട് പോരെ? കുട്ടി ജസ്റ്റ് ഒന്ന് വണ്ടി ഇറങ്ങിയാണ്. വെടിവെക്കും, വണ്ടി ഓടിക്കണ്ട. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നേ. അങ്ങോട്ട് നേരെ നടന്നേ. നേരെ താഴോട്ട് വണ്ടി കയറാം. ബാബുസേട്ട് എവിടെ? വേറെ അറിയോ? എടുത്ത് നേരെ പോയേ. ഈ കുട്ട എവിടെ? ഇന്നെ വിളിക്കണ? ഇപ്പൊ വിളിക്കണ? എടുക്കല്ലേ. സീറ്റ് പറ. അങ്ങോട്ട് വിളിക്കണോ? എന്നിട്ട് എന്ത് പറയണം? ബാബു വിളിച്ച് നീ എടുക്കണ്ട. നീ കണ്ടില്ല പറഞ്ഞത് കോള്. ഞാൻ വേറെ പണിയിലായി. 2 വട്ടം കിടന്ന് വിളിച്ചേട്ടോ. നീ കോള് കണ്ടിട്ടില്ല. ബോസ് നമ്മൾ ആ കുട്ടിയുടെ ഫോൺ മേടിച്ചിട്ടില്ലേ? ഫോൺ മേടിച്ചിട്ടില്ലേ? ഫോണിന്റെ ഉണ്ട്. ഒരു മിനിറ്റ് ബോസ്, എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് തട്ടിക്കളയായിരുന്നു ആ കുട്ടിയെ. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് എല്ലാം പറയത്തില്ല, ആൾക്കാരത്തില്ല. തട്ടണ വേണ്ട. ഇനി ആ കൊച്ചി ഇനി ആ മലയും കുന്നും കേറി ആ കൊച്ചി ഇവിടെ വരണം. എന്നിട്ട് അകത്തില്ല വണ്ടിയില്ല. പാവം ആ കൊച്ചിന്റെ ഒരു വിധിയെ. പൊട്ടി ബാബുവിനൊരു പണി കൊടുക്കാൻ വിചാരിച്ചുണ്ട്. 2 എണ്ണം കൂടി എന്നെ അങ്ങ്. ബോസിന് എന്ത് ചെയ്തു ബോസ് ഇവര്? എടാ എന്നെ ഒന്നും ചെയ്തില്ല. കണ്ണ് അത് വേണം. അയ്യോ നമ്മുടെ വണ്ടി പോയ ചമ്മന്തിയൊക്കെ. ഇല്ല നീ പേടിക്കല്ലടാ. നിന്റെ അടുത്ത് കാര്യം പറ. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല, നീ കണ്ടിട്ടില്ല. നമ്മള് കണ്ടിട്ട് നമ്മളെ ആരാന്ന് പോലും എനിക്ക് എന്താ സീൻ എന്താ ബാബു? ആര്യ കാണുന്നില്ലടാ. നീല്ലേ ഈ വണ്ടി ഇതൊക്കെ എന്തോ എടുക്കാന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും അടി എന്തൊരു സീൻ എന്തായാലും? അടിസീനല്ല, ആര്യ കാണുന്നില്ല. ഈ ഗ്യാങ് വണ്ടിയിലാണ് അവന്മാര് വന്നത്. ആ വണ്ടിയൊക്കെ കളഞ്ഞു. ഇപ്പൊ ഗ്യാങ് വണ്ടി കൊണ്ട് അവന്മാര് പോയി. ഇപ്പൊ ഞാൻ ഒരു കാറിൽ ഇങ്ങനെ നടക്കുന്നു. എന്റെ ഇവനെ പൊക്കിയാൻ പോകുന്നു. നീ എവിടെ നിൽക്കുന്നു ചന്ദ്രോ? നീ ഒന്ന് വന്നേ. എടാ ആര്യനെ നീ എവിടെ നിൽക്കുന്നു? ഞാൻ സ്റ്റേഷന്റെ അവിടെ, പോലീസ് സ്റ്റേഷന്റെ അവിടെ. ചന്ദ്രു, നിന്റെ ഒരു ഹെൽപ്പ് വേണം ചന്ദ്രു. ആര്യ കാണുന്നില്ലടാ. നീ വിചാരിച്ചേ നടക്കൂ കണ്ടുപിടിക്കാൻ. ബാബു ഞാനുള്ള പറഞ്ഞ എനിക്ക് വേറെ പണിയുണ്ട്. സത്യം പറയാം, എനിക്ക് കൊറേ പണികളുണ്ട്. ഇതൊന്ന് സഹായിച്ചോട്, പാവല്ലേ. പക്ഷെ ചന്ദ്രു ആര്യ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ? ഞാൻ അപ്പൊ പറയുന്നത് തട്ടിക്കൊണ്ട് പോണവൻ എന്റെ ഒരു തന്തയില്ലാത്തവനായിരിക്കും. അങ്ങനെ വല്ല ആയോ? സത്യം പറയാൻ പറ്റില്ലടാ. വണ്ടിയില് എല്ലാം ഉള്ള 3/4 പേരും ഓർഫൻസ് ആണ്. അറിയാലോ എനിക്കത്. ഓർഫൻസിനെ പോലെയല്ലടാ, സ്വഭാവത്തിന്റെ പേരിലാണ് തന്തയില്ലാത്തവനെ വിളിക്കുന്നത്. ചന്ദ്രു നീ ഒന്ന് എന്റെ കൂടെ വരണം. ചന്ദ്രു എന്റെ കൂടെ ഒന്ന് വരണം. നീ ഞാനാടാ. ഹലോ ബാബുടാ. എടാ ബാബു ഇന്ന് എനിക്ക് നമ്മുടെ ഇതിന്റെ ഒരു ഇതുണ്ട്, ബ്ലാക്ക് മാഫിയയുടെ ഒരു മീറ്റിംഗ് ഉണ്ടോ? നിന്നെ ഓർമ്മിച്ചോണ്ട, നീ ഇവിടെ ഒന്നും മാറിയില്ല. ഓക്കെ ഞാൻ വിളിച്ചോളാം തന്നെ. ബൈ, വിളിക്കാം. ഓക്കെ
ബാബു മറ്റേ കുക്കുവിന്റെ അടുത്തെന്തോ കൊച്ചു നിക്കുന്ന ഉണ്ടായിരുന്നറാ? കുക്കു എന്റെ കൂടെ ഉണ്ട്. ഞാന് കുക്കുവിനെ അന്വേഷിച്ചോണ്ടിരിക്കുവാണ്. ആര് തന്നെ? ഞാന് കുക്കുവിന്റെ അടുത്ത് ഇപ്പൊ പോയി. കുക്കു അമ്മ അവരെല്ലാരും ഉണ്ട്. ഇപ്പൊ സ്റ്റേഷനിൽ നിൽക്കുന്നത്. കംപ്ലൈന്റ് കൊടുക്കാൻ നിൽക്കുന്നത് സ്റ്റേഷനില്. നല്ല അങ്ങനെയൊക്കെ എന്തായാലും ചെയ്യ്. ഇങ്ങനെ എന്തായാലും എന്റെ തല വെച്ച് എന്തായാലും ചെയ്യ. എങ്ങനെ ബുദ്ധി ഉപയോഗിക്ക്. എടാ ബാബു ഞാൻ കാര്യം പറയട്ടാ. നീ എന്ത് പറയാതെ? അല്ല ഞാൻ എന്താ പറഞ്ഞ നിന്റെ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കും. എന്റെ ആവശ്യത്തിന് നീ ഇങ്ങനെ മാറി നിൽക്കണം. ഞാൻ എന്താ പറഞ്ഞ? അല്ല ഞാൻ കാര്യം ചോദിക്കട്ടാ. അവളെ ഇപ്പൊ കാണാനായിട്ട് അരമണിക്കൂർ എന്തായാലുള്ളൂ. നീ ടെൻഷൻ അടിക്കണ എന്തിനാ? ഇത്ര ഏറിയാടേ ബാബു നിനക്ക്? ഇത്ര കെയറിങ് ആണടാ. ഞാൻ ഇപ്പൊ എന്നെ തിരിച്ചു വിളിക്കാനോ പറഞ്ഞു പോയ ആളാണ്. ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. മാത്രമല്ല ആള് മിസ്സിംഗ് ആണ് ചന്ദ്രു കൺഫേം ആയിട്ട്. അല്ലടാ ബാബു അരമണിക്കൂർ എവിടെയാലും ചിലപ്പോ തലറങ്ങിയെല്ലാം കിടക്കുന്നതായിരിക്കും. ഉച്ച സമയമൊക്കെ അല്ലേ? ഒരു മിനിറ്റ് നോക്കട്ടെ. പപ്പടം ചന്ദ്രു എന്തിന് ഇവിടെ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. ബാഡിയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു എവിടെ അകത്ത് വെച്ചാ? അകത്ത് വെച്ചാ ഫാഷൻ ഷോ? അല്ലെങ്കിൽ പുറത്ത് താണ്ട് ഇവൻ ബാഡിയൊക്കെ വെളിയിൽ. ബാബുവിന് ടെൻഷൻ കണ്ടാ? ബാബുവിന്റെ വയസ്സല്ലേ നമ്മൾ ബാബു സേട്ടിന്റെ. എടാ നിന്റെ സ്നൈപ്പർ ഉണ്ടാ? ഒന്നുമില്ല, എല്ലാം കൊണ്ടുവച്ച്. ഇപ്പൊ പാവമാണ്, പാവം സിറ്റിസൺ ആണ്. ആണല്ലേ, നല്ല കാര്യടാ. ഞാനിവിടെ ഡ്രസ് ഷോപ്പിലുണ്ടോടാ ബാബു? ഹലോ ബാബു, ചന്ദ്രൻ ഒന്ന് സഹായിച്ചു കൊടു. പാവം ഫയറൊക്കെ ഫയൽ ചെയ്യുക. ആരി ഒളിച്ചോടിയെന്ന് നീ ബാബുവിന്റെ അടുത്ത് വരിക. ആരി ഒളിച്ചോടിയെന്ന് ഒളിച്ചോടിയെന്ന് പറയാനാ? ചോദിച്ചു ബാബു സേട് ആരി ഒളിച്ചോടിയതായിക്കോ? ഒളിച്ചോടിയാലേ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒളിച്ചോടുള്ളൂ. അതാണ് നമ്മൾ തമ്മിലുള്ള കമ്പനി. എടാ ബാബു അളിയാ, ഞാനേ വണ്ടിയുടെ ടയറ് കാറ്റ് കുറവാടാ. ഞാൻ പോയി കാറ്റടിച്ചിട്ട് പപ്പടം ചന്ദ്ര ഒരു ആവശ്യത്തിന് കൂടെ നിക്കില്ല കേട്ടോ. പപ്പു എന്റെ കൂടെ ഉണ്ട്. നീ പൊക്കോ. നീ നിക്കല്ല, അവനെ കൂടെ വിളിച്ചോണ്ട് പോ. ഞാൻ പറഞ്ഞ എടാ കേസ് കൊടുക്കാൻ നീ മാത്രം പോരാ ബാബു. ബാബു ഞാൻ മാത്രം പോരാ. സാക്ഷി ഉപ്പിടെ 2 പേര് വേണം. സാക്ഷിയാ? അതേത്? അങ്ങനെ ഞാൻ ഇതൊരു കേസ് കൊടുത്തിട്ട് എനിക്ക് ആദ്യം പൊട്ടിയത് കൊണ്ട് ഒട്ടിക്കാൻ നോക്ക്. വാ കൊണ്ട് ഊത്. ഞാൻ പൊട്ടിച്ചു തരാം ബാബു. നീ എടാ സാക്ഷികളൊന്നും വേണ്ട ബാബു, സത്യം പറയല്ല, നിന്നെ പറ്റിക്കനാണ്.